എന്റെ അമ്മേ. ഹലോ അപ്പൊ ഞാനടാ. അച്ഛൻ സൈക്കിള് മേടിച്ചോ? ഇല്ല മക്കളെ, ഇന്നിവിടെ ഹർത്താലാ. നാളെ മേടിക്കാൻ പറ്റൂ. അയ്യോ, അച്ഛൻ വൈകുന്നേരം എത്തുമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വരാൻ പറഞ്ഞല്ലോ. അതിനെന്താ, അവരോട് നാളെ വരാൻ പറഞ്ഞാ പോരെ? ശരി. പിന്നെ അച്ഛാ, എന്താ മക്കളെ? ഇവിടെ ഒരാൾക്ക് അച്ഛനോട് സംസാരിക്കണം. ആർക്ക്? ജാനകിയമ്മയ്ക്കാ? ജാനകിയമ്മയല്ല, അപ്പൂന്റെ അമ്മ ഭാമയാ. നീ എന്താ അവിടെ? മോനെ കുറിച്ച് അച്ഛനൊരു വിചാരമില്ലാന്ന് കരുതി അമ്മയ്ക്ക് എങ്ങനെയാവാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ ചന്ദ്രേട്ടൻ വരാത്ത സ്ഥിതിക്ക് ഇന്ന് രാത്രി ഞാൻ ഇവിടെയാ. വേണ്ട വേണ്ട, വീട്ടിൽ പോ. വേണോ വേണ്ടോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സാറ് ഞാൻ പറഞ്ഞ സാധനം മറക്കാതെ ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നാ മതി. എന്ത്? താലി വെക്കട്ടെ? ടീച്ചർ കിസ് അടിച്ചല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? പെമ്പിള്ളേര് ഫോണിൽ കൂടി കിസ് അടിക്കുമ്പോ ഞാനും ഇങ്ങനെയാ ചെയ്യുന്ന പറയും. അടുത്തുള്ളവർ അറിയാതിരിക്കാൻ. സെയിം ടു യു. വരുന്നുണ്ട് പിശാചിന്റെ സന്തതി. നിക്കടാ ജോണി, നീ എന്ത് തോന്നിയാസാ കാണിച്ചത്? ടോണി കുട്ടനെ പിടിച്ച് ബിവറേജിന് മുമ്പിൽ ക്യൂ നിർത്തിയോ? നിർത്തിയച്ച അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോ പ്രസംഗിച്ചത് കുട്ടികളെ ക്ഷമ അച്ചടക്കൊക്കെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ ഈ പറഞ്ഞ ക്ഷമ അച്ചടക്കൊക്കെ പഠിക്കണമെങ്കിൽ ബീവറേജിന്റെ ക്യൂവിൽ തന്നെ നിക്കണച്ചോ. ചുമ്മാ അതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. ഞാൻ നാളെ അരമനെ പോകുമ്പോ അച്ഛനും എന്റെ കൂടെ വന്നോട്ടോ. അതെന്നാ? അല്ല, അവിടത്തെ തിരുമേനി പറഞ്ഞിട്ടുണ്ട് ചെല്ലുമ്പോ ഒരു കുരിശ് കൊണ്ട് ചെല്ലാൻ. ഈ ഇടവകയിൽ ഇത്ര നല്ലൊരു കുരിശ് വേറെ ഉണ്ടോ? എന്നാലും അവരെന്തിനാ നമ്മളെ തല്ലിയത്? വെടിക്കെട്ടിന്റെ ഇടയിൽ പട്ടി വെട്ടതുപോലെ പോയി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവർക്ക് ആള് മാറിയതാ. എന്റെ ബലമായ സംശയം അത് അവളുടെ ആൾക്കാരാണോന്ന്. ആരുടെ? ആ തട്ടിപ്പുകാരിമായുടെ. അവളെന്തിനാ നമ്മളെ തല്ലുന്നത്? നമ്മൾ തല്ലുകൊണ്ട് ആശുപത്രി കടന്ന് അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വന്നിട്ട് കാശ് മേടിക്കാലോ. എന്തായാലും തല്ലി കൊന്നാ പോലും അവള് ചാവില്ല. 100 ആയുസ. ചന്ദ്രേട്ട അവളുടെ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. കറക്റ്റ്, നീ പറഞ്ഞതാ ശരി. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്ക. അതാണ് ബുദ്ധി. എന്തുട്ടി? പോയോ? ശവം പോയി. ഇനി നമുക്ക് പോവാം. ചന്ദ്രേട്ടൻ ബില്ല് കൊടുത്തോ? നീ എങ്ങടാ പോണത്? അവിടെ ഇരിക്ക. അതെങ്ങനെ നിനക്ക് ഇത്ര കൃത്യമായിട്ട് മനസ്സിലായി? വിവരം അപ്പോഴേ ഞാൻ അറിഞ്ഞു. നിങ്ങള് സ്റ്റേഷനിൽ വല്ല പരാതിയും കൊടുത്തോ? കൊടുത്തെങ്കിൽ അത് എത്രയും വേഗം പിൻവലിക്കണം. മനസ്സിലായില്ല. അടി കൊണ്ടത് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. இந்த ஊரு ரொம்ப பிரச்சனமான ஊரு தம்பி. വെറുതെ തടി കേടാക്കണ്ടി രക്ഷപ്പെടാൻ നോക്ക്. ഹലോ, ഒന്ന് നിന്നേ. ഗുണ്ടകളയച്ച് ഉപദ്രവിച്ചിട്ട് ഇപ്പൊ നിന്ന് ഉപദേശിക്കുന്നു. ഉപദ്രവിച്ചെന്നോ? ഞാനോ? മായ പറ്റിക്കും, പക്ഷെ ഗുണ്ടായിസം കാണിക്കാറില്ല. അതിന് ഈ നാട്ടിൽ ഒരുപാട് പേര് വേറെ ഉണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കും. അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതേ ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. ഇതാണ് എന്റെ കോണ്ടാക്ട് നമ്പർ. ആവശ്യം വന്നാ വിളിക്കാം. വിളിക്കേണ്ടി വരും. കയ്യിലിരിപ്പ് അതാണല്ലോ രണ്ടുപേരുടെ. ബൈ. ചന്ദ്രേട്ട സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിൽ വേണ്ട. സഞ്ജു, കോഫി. എന്താ ഇത്? ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ഇതെന്താ? കാപ്പിയോ ഭാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടുണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിന്നാണോ പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിലെ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാനാ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തതാ. അയ്യോ ഏട്ടത്തി, വേണ്ട. കോഫി ചീറ്റിപ്പോയി. പോട്ടെ, I'll make breakfast. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏട്ടത്തിക്ക് നല്ല സ്പീഡ്. ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How's it?
ഇതെന്താടാ ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, ഉയ്യോ. ഓ, ആ. കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് കൊടുക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാൻ ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോവും. സഞ്ജു, സഞ്ജു, ദിസ് ഇസ് നോട്ട് ദ മാറ്റർ ഓഫ് ഫുഡ് ബട്ട് ദി മാറ്റർ ഓഫ് ഇന്റിമസി. സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങന്മാരാ. അവിടെ വൈഫിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നോട് ഈ ഇഷ്ടക്കേട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അതാരും കഴിക്കല്ലേ, ഞാനിപ്പോ ചത്തുവേ. അയ്യോ 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 അയ്യോ. കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്, അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല. നിങ്ങൾ വിജയിച്ചു. എല്ലാരും ഇവിടെ നിൽക്കണേ. എന്റെ കയ്യില് ചില്ലറയില്ല. അവരോട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാൻ പറ. ഇവര് നീ ഉദ്ദേശിക്കുന്ന പോലുള്ള ആൾക്കാരല്ല. പിന്നെ അഗതികളാണ് അഗതികൾ. ഈ അഗതികൾക്ക് ഇനി സ്വാമി മാത്രമേ ആശ്രയമായിട്ടുള്ളൂ, അല്ലേ? ഏത് സ്വാമി? ഈ സ്വാമി അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? സ്വാമി ഇങ്ങ ഒന്നേ പറഞ്ഞുതരാം. അതെ, ലക്ഷങ്ങളുടെ വകയായി നിൽക്കുന്നത്. ഈ പിച്ചക്കാരാ? പിച്ചക്കാരോ? ഇവരൊക്കെ പിച്ചക്കാരാണെന്നാ നിന്റെ വിചാരം? പിന്നെ സർക്കാർ ആശുപത്രിയിലെ രോഗികളാ. അവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? സർക്കാർ ഡോക്ടർമാർ ഇവിടെ സമരത്തിലല്ലേ? കംപ്ലീറ്റ് രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുക. ആ പുറത്ത് നിൽക്കുന്നത് ഒരൊറ്റ വാർഡിലെ രോഗികളാ. ഇനി കൊണ്ടൊരു പൂരത്തിലുള്ള ആള് വേറെ. ഇവരെയൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പറഞ്ഞു തരാ. ആ ഗുരുവായൂർ സംഭവത്തിന് ശേഷം നിനക്കെന്തോ ദിവ്യത്വം കൈ വന്നിട്ടുണ്ടെന്ന് നാട്ടിൽ മൊത്തം പാട്ടായിരിക്കും. കർപ്പൂരം കൊടുത്ത് കിളവന്റെ ദീനം മാറ്റുന്നു, മുറിയിലെ വിളക്കണഞ്ഞത് മുറ്റത്ത് നിന്ന് അറിയുന്നു. ഇതൊക്കെ ഞാനിപ്പോ സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിച്ചിട്ടാ വരുന്നത്. നീ ആ ദ്വാരത്തിൽ കൂടി പോയത് കേട്ടപ്പോ നാട്ടുകാർ മുഴുവൻ അങ്ങ് കോരി തിരിച്ചു പോയില്ലേ? ആ കിളവന് കൊടുത്ത പോലെ എന്തെങ്കിലും കൊടുത്ത് ഇവരുടെ ദീനം മാറിയാൽ പിന്നെ നീ നാട്ടിൽ ആരാ പാർത്ത? ആരാ? ദിവ്യനല്ലേ, ദിവ്യൻ. അഗതികൾക്കായി നമുക്കൊരു ആശ്രമം തുടങ്ങാം. നീ മഠാധിപതി, സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. കൈ ചുരുട്ടി ഞാനൊന്ന് തന്നാണ്ടല്ലോ. നീ നിന്തിരിവടിയല്ല, വടിയായി പോവും. എന്നാ പൊട്ടീരടാ, പൊട്ടീര്. രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞ എനിക്ക് തന്നെ പൊട്ടീര്. നാട്ടുകാരെ അന്നാക്കി നടന്നോ നീ? ആകെ കൂടിയുള്ളത് ആ കട്ട വണ്ടിയാ. ഇപ്പൊ തന്നെ എഞ്ചിൻ പണി 8 പ്രാവശ്യം കഴിഞ്ഞു. എടാ, നമുക്ക് ആ പൂങ്കൊടി കെട്ടിച്ചു വിടണ്ടേ? തറവാട് തിരിച്ചു വാങ്ങണ്ടേ? ആ കള്ള തമ്പിയോടും മകളോടും പ്രതികാരം ചെയ്യണ്ടേ? ഇതിനൊക്കെ ചങ്കുറ്റം മാത്രം പോരാ, കയ്യിൽ ഒരു സാധനം കൂടി വേണം. പണം. കേട്ടിട്ടില്ലേ? പണത്തിന് മീതെ പരുന്തും പറക്കൂല. കാറ്റ് വീശുമ്പോ തൂറ്റാൻ പഠിക്കണോടാ, അതാണ് ബുദ്ധി. വേണ്ടെങ്കി വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പറഞ്ഞു വിട്ടേക്കാം. അതെ, നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ എന്തു പക്ഷേ? അല്ല, ഈ ആശ്രമവും മഠാധിപതി എന്നൊക്കെ പറയുമ്പോ അതിനൊരു പ്രായവും പക്വതയൊക്കെ വേണ്ടേ? അയ്യോ, ഒരു പ്രായവും പക്വതയും വേണ്ട.
രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാത്തവൻ, സിനിമയിൽ ചാൻസ് ഇല്ലാത്തവൻ, എന്തിനധികം തേരാപ്പാര തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെ മടാധിപതികളാവുന്നില്ലേ? പിന്നെ നിനക്കായാലെന്താ? ഒന്നുമില്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസമില്ലേ? അതൊക്കെ എന്റെ പേരെന്താ പറഞ്ഞത്? സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. അപ്പൊ നിന്റെ പേരോ? സുലൈമാൻ റാവുത്തർ. അല്ല, അത് ശരിക്കുള്ള പേര്. ഓ, സ്വാമി സുലൈമാൻ സ്വാമി. ഓ, ഈ അയ്യപ്പനും വാവരും എന്നൊക്കെ പറയുന്ന പോലെ. പാർത്തനും സുലൈമാനും. എന്താ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ ഏട്ടാ മുടി കെട്ടി വെച്ചിരിക്കുന്നത്? നന്നായില്ലേട്ടാ? നന്നായില്ല. കുട്ടന്റെ മുഖത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയ. അല്ലെങ്കിൽ അവൾക്കൊരു പിരി ഇളക്കിയതാ. ഏട്ടൻ ഇനി ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ? ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്കാം. കൂട്ടുകാരികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏട്ടനെ എന്റെ മുടി കിട്ടുന്നതെന്ന്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം, ആണുങ്ങൾ ഇങ്ങനെ മുടി കിട്ടുമെന്ന്. അസൂയ. അയ്യോ, സുഖിപ്പിക്കില്ലേ കുട്ടാ. ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഏട്ടൻ അറിയില്ലേടി നിന്നെ. എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ. അത് കഴിഞ്ഞാലോ? ഏട്ടത്തി വരാൻ പോവല്ലേ. പിന്നെ കണ്ണെഴുത്ത്, പൊട്ടുതൊടിയില്, മുടികെട്ട്, തേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും. കണ്ടറിയാം. വലിയ പോലീസ് ഓഫീസറുടെ മോളാ. നല്ല പത്രാസുകാരിയായിരിക്കും. അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ. പാവമാ. അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത്. അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങള് ശരിയാക്കി എടുത്തോളാം എന്ന് വെച്ച് നാത്തും വരുന്നു അല്ല കേട്ടോ. അയ്യാ, സമയായി. ചെല്ല് ചെല്ല്. അവിടെ ഉണ്ട്. ആരും പേടിക്കണ്ട. ബോധം കെട്ട് വീണത്, അല്ലാണ്ട് കാഞ്ഞു പോയതല്ല. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇങ്ങോട്ട് മാറി. തിരുവേനി ഇപ്പൊ വിളിക്കണ്ട, എനിക്കില്ല. അതെന്താ? വിഗ്രഹം കാണാണ്ടായപ്പോ കിടന്ന കിടപ്പാ. ഇടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണന്നൊന്നും. മകനാണോ? അല്ല, അത് കൃഷ്ണൻ പോറ്റിയല്ലേ. ഇത് ഭഗവാൻ കൃഷ്ണ വിളിച്ചതാ. സ്വാമി അവിടേക്കല്ല, അത് സ്വാമി അരവിന്ദ് സ്വാമി. ഇത് സ്വാമി എന്നെ വിളിച്ചതാ. മരുന്ന് കിട്ടിയ സുലൈമാൻ സ്വാമി. പഠിച്ചോൻ അനുഗ്രഹം കൊണ്ട് കിട്ടി സ്വാമി. സുലൈമാൻ സ്വാമി. ആശ്രമത്തിലെ എല്ലാ പേരും സ്വാമിമാരല്ലേ സ്വാമി? അതെ സ്വാമി. ഇത് നല്ല തമാശ. നന്നായി. കള്ളനും പോലീസും കൂടെ ഇവിടെ സിനിമാ കഥ പറഞ്ഞു നിന്ന് കോൾമൈറോളുവാണോ? നോക്കിയിരിക്കാതെ അറസ്റ്റ് ചെയ്യുവനെ. എന്തിനാ? ചുമ്മാ ഒരു രസത്തിന്. സാറേ, വിഗ്രഹം മോഷ്ടിച്ച ഇവനാ. പ്രസിഡന്റ് എന്തായി പറയുന്നത്? ഈ സ്വാമിയോ? ഇവൻ എവിടുത്തെ സ്വാമി? യവ ആസാമിയാ. ഓ, ആസാമി അല്ല, ഔറംഗബാദി. വിഗ്രഹം കട്ടെടുത്തിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കിട്ടിയ വേഷമല്ലേ ഇത്? കാവി. അമ്മാവൻ സ്വാമി, നിന്റെ ഈ മുഖംമൂടി ഇന്ന് ഞാൻ പൊളിക്കൂടാ. പാർത്ഥാനന്ദ തിരുവടികളെ. സർ, കളക്ടർ വരുന്നു. ഓ, കളക്ടർ എന്തിനാ ഇവിടെ വരണം? അത് നേരാണല്ലോ. കളക്ടറെ വിളിച്ചു വെച്ചേ ഞാനാ. കളക്ടർ മാത്രമല്ല MLA യും മന്ത്രിയും വരും. കളക്ടറുടെ ഉത്തരവിന്മേൽ ഇവനെ കയ്യാമം വെച്ചുകൊണ്ട് പോകുന്ന നാട്ടുകാര് കാണണം. പോയി കളക്ടറെ സ്വീകരിക്കും സാറേ. നമസ്കാരം സാർ. എന്താണോ വല്ല തുമ്പും കിട്ടിയോ? തുമ്പ് മാത്രമല്ല, മുഴുവനോടെ കിട്ടി തമ്പിക്ക്. സാർ, വിഗ്രഹം മോഷിച്ച ഇവനാ. വെറുതെയാണ് സാർ. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഇയാള് വെറുതെ എന്തൊക്കെയോ. അല്ല, തെളിവുണ്ട് തെളിവുണ്ട്. എന്ത് തെളിവ്? മാറ്റിപ്പിടി. കാണണോ? കാണണോ നിനക്ക്? വാ സാർ, വന്നാട്ടെ. സാർ, കാവ്യാളെ നോക്കിക്കോ. അയ്യോ, തിരുമേനി എഴുന്നേക്ക്. ആളുകൾ ചവിട്ടി തിരുമും. തിരുമേനി പുറകെ ഉണ്ടാവണം. സാർ, കേട്ടോ സാർ. എന്റെ മോളുടെ കയ്യിലിരിപ്പില്ലേ? കയ്യിലിരിക്കുന്നില്ലേ? ഇതാണ് തെളിവ്. തിരുമേനി. കൃഷ്ണ, താളിയോല. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എഴുതി നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങൾ ഇതെങ്ങനെ പുറത്തു വന്നു? ഇവൻ എടുത്തതാ. പൂട്ടിക്കിടന്ന ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് ഇവൻ കട്ടെടുത്തു. ഉണ്ണിയല്ല, നീ തന്നെയാ. കോടതിയിൽ എനിക്കെതിരായി സാക്ഷി പറയണോന്ന് പറഞ്ഞ് നീ ഇത് കാട്ടി എന്റെ മോളോട് പറഞ്ഞത് ഞാൻ പറയണോ? ഇവൾ എന്റെ മോളാടാ, തന്തയ്ക്ക് പറഞ്ഞ മോള്. കളക്ടർ സാറേ, ഇത് കട്ടെടുത്ത് ഇവനാണെങ്കിൽ പിന്നെ വിഗ്രഹം കട്ടെടുത്ത് ഇവനല്ലാണ്ട് പിന്നെ ആരാ? എന്തോ കളഞ്ഞു പോയ അണ്ണാനെ പോലെ നോക്കി കണ്ട് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് കൊടുക്ക് സാറേ. അറസ്റ്റ് എന്റെ ഉണ്ണി അറസ്റ്റ് ചെയ്യരുത്. ഉണ്ണിയല്ല അറസ്റ്റ് ചെയ്ത് നിന്നെയാ. വില കൊണ്ടുവാ, വില കൊണ്ടുവാ. കോടതി കൊണ്ടുപോകില്ലേ? മയില്
എങ്ങോട്ടാ? നിർത്താൻ നിർത്താൻ. നീ ആരാ? നീ ആരാന്നാ ചോദിച്ചത്? ഇതുവരെ നീ വെറും ഡ്രൈവർ ആയിരുന്നില്ലേ? അതായത് സാരഥി. ഇനി ഞാൻ സാരഥി. നീ പാർത്ഥനല്ലേ? അപ്പൊ പാർത്ഥന്റെ സാരഥി പാർത്ഥസാരഥി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെയല്ല റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്തത്. അല്ലെങ്കിലും കാക്കി ഇട്ടവൻ കാക്കി കണ്ടാ സല്യൂട്ട് ചെയ്ത് പോവും. IPC യെസ് സാർ. ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രപാണിയുടെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം SI ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തക്കി വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥരെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി 4 തെറിയൊക്കെ വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തനെ തെറി വിളിക്കുന്നത് IPC എത്രാം വകുപ്പിൽ വരും? ഹെഡ് കോൺസ്റ്റബിളെ ചായ തണുത്തു പോകും. തണുത്തോട്ടെ അച്ഛാ. കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടതേ തെറിയല്ല തിയറിയ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. പാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ? ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ. DGPയുടെ മോളെ ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും. ആണോ? വലക്കല്ലേ മോളെ. ഏയ് നല്ലവളാ. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ. അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ? പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഇനി പൂമ്പൊടി കളിക്കാം. ഈ കാടിട്ടത് അത് നോക്കിയിരിക്കണം. ആണ് ആണെന്ന്. അയ്യോ, പൂങ്കൊടിയുടെ കാര്യം. പൂങ്കൊടി ആരടി ഇവൻ? പാർത്തേട്ടാ, ഇത് ഇവനല്ലേ അവൻ? യവൻ. ലവൻ. ലവന് അല്ല, കുശൻ. എടാ നീയല്ലേ എന്നാ കാറില്? കാറിലോ? ഏത് കാറില്? KLT 57 17 75 മോഡൽ ഫിയറ്റ് കാർ. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പൂങ്കുടി ഇവനാണ്. ഇത് മാധവേട്ടൻ. പാർത്തേട്ടന്റെ കൂടെ പഠിച്ച മാധവേട്ടൻ. മാധവേട്ടനോ? ഏത് മാധവേട്ടൻ? അങ്ങനെ ഒരു മാധവൻ എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. എടാ പാർത്ത, നിനക്ക് എന്നെ മനസ്സിലായില്ല? ഗോളിവർ റോയൽ കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച മാധവൻ. അങ്ങനെ ഒരു മാധവൻ എന്നോടൊപ്പം പഠിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. ഇവനിത് എന്ത് പറ്റി? എടാ ഇത്രയും കാലം കഴിഞ്ഞിട്ടും
മറക്കാതെ പഴയ ചങ്ങാതിയെ കാണാൻ എത്ര ദൂരം താണ്ടി വന്നവനാ ഞാൻ. എന്നിട്ടും നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പറഞ്ഞ, തീരെ പ്രതീക്ഷിച്ചു. ഓ പിന്നെ കൂടെ പഠിച്ച ചങ്ങാതിയെ കാണാൻ കോളിയർന്ന് ഇത്രയും ദൂരം ഓടി വരാൻ ഇവിടെ എന്താ കോളിയർ റോയൽ കോളേജിൽ അലൂമിനി ഫംഗ്ഷനോ? ദേ നിന്റെ വേലത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയടാ, നീ ആ കള്ളത്തമ്പിയുടെ ആളല്ലേ? തമ്പിയോ? ഏത് തമ്പി? തമ്പി നിന്റെ മറ്റേ ഓ ഉണർന്നോ കുംഭകർണൻ? അമ്മ എത്തിയോ? ആരാമേവൻ? അയ്യോ നിന്റെ ഒപ്പം പഠിച്ച ചങ്ങാതി. അയ്യോ അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? പറ്റിയത് നിനക്കാ. നിനക്കെന്നെ അറിയാം, പണ്ട് മുതൽക്കേ അറിയാം. അറിയാത്ത പോലെ അഭിനയിക്കുക. മോനെ, ഒപ്പം പഠിച്ചപ്പോഴുള്ള കഥകളൊക്കെ മാധവനോട് പറഞ്ഞിരിക്കായിരുന്നു. നീ കോളേജിലെ പടിക്കെട്ടിന്ന് വീണ് കൈയൊടിഞ്ഞതൊക്കെ അതൊക്കെ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു. പാർത്തേട്ടനാ ഒന്നും ഓർമ്മയില്ലാത്ത. മാധവേട്ടാ, കദളിപ്പഴം കുറച്ച് കിട്ടി. പിന്നെ വെണ്ണ എത്ര നല്ലതാണെന്ന് അറിയില്ല, എന്നാലും വാങ്ങി. കദളിപ്പഴവും വെണ്ണയോ? ഇതാർക്ക്? നിന്റെ ചങ്ങാതിക്ക്. കദളിപ്പഴവും വെണ്ണയും ചേർത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. നല്ല കോമ്പിനേഷനാ. അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. വന്നു. വെയിറ്റ് ചെയ്യാൻ പറയൂ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ, നമുക്ക് അനുപല്ലവിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. വേഗം മാറ്റോടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷൻ ആകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂടുതലായിരിക്കും. എന്താ വനിതാ പോലീസ് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ. തന്റെ കക്ഷത്തിൽ എന്താണോ? ലാത്തി. ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരോടെ ലാത്തി ഇറക്കി തുടങ്ങിയോ? Sorry, sir. എന്തൊക്കെയാ കമ്മീഷണർ ഇത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിനോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ്. കമ്മീഷണർ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയാകാത്തോ സാർ? ആട്ടെ, പാടിയ പാട്ട് അമീർ കല്യാണിയല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തകാലത്ത് എഴുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? എടോ, കാക്കയ്ക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കയ്ക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ അകമാനത് കല്ലൽ ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? നമുക്ക് പറ്റിയ ഡി ഐ ജി സാർ. രാമൻകുട്ടി, ഇന്നെങ്കിലും തരുമോ? എന്ത് തരുമെന്ന്? ട്യൂഷൻ ടീച്ചർ എന്ന പുസ്തകം. ചേട്ടാ, ഇങ്ങനത്തെ വൃത്തികെട്ട പുസ്തകങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വല്ല ബസ് സ്റ്റാൻഡിലോ മറ്റോ പോയി അന്വേഷിക്കണം. മെയിലിൽ ഇങ്ങോട്ട് വരരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഈ ലൈബ്രറിയെ ഞാൻ വലിച്ചു വാരി തീയിടും. തന്നെ വലിച്ചു വാരി അതിലിടും. എന്താ പ്രശ്നം? എന്താ ഈ കുഞ്ഞമ്പുമായിട്ട് പ്രശ്നം? അതൊക്കെ പോട്ടെ, മാധവ മാമ എന്താ പതിവില്ലാതെ ഇവിടെ? പറയാം. ഈ നാട്ടിലെ ഏറ്റവും സൽപ്പേര് നിന്റെ അച്ഛനായിരുന്നു. അത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആർക്കാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എനിക്ക്. നിന്നെ നിന്റെ അച്ഛനെയും പോലെ ഞാനും കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല. പിന്നെ അറിയാമല്ലോ എനക്ക് ഈ സൽഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്റെ ഭാര്യ നിന്റെ അമ്മായി എന്നോട് പിണങ്ങി ബോംബെ പോയി താമസിച്ചു 14 വർഷം. എന്നിട്ട് ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കുകയോ ചീത്തപ്പേരുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഇല്ല. എടാ, പെണ്ണുങ്ങളെ പോലെ അല്ല ആണുങ്ങള്. ചാരിത്രം സൂക്ഷിക്കാൻ ഭയങ്കര കൺട്രോൾ വേണം. അറിയോ നിനക്ക്? എനിക്ക് വലിയ പരിചയമില്ല. മിടുക്കൻ. അതുകൊണ്ട് ഇത്രയും സൽപ്പേരുള്ള നീയും അത് കഴിഞ്ഞാൽ പിന്നെ സൽപ്പേരുള്ള ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ ആവശ്യമല്ലടാ. നമ്മൾ തമ്മിൽ ബന്ധമുണ്ടല്ലോ. അതല്ലടാ മണ്ട. ഇവൻ ആര്? എന്റെ മോള് സംഗീത ഉടൻ ബോംബെ സുന്ദരിയാണ്. നിനക്ക് അവളെ എങ്ങനെ കെട്ടിക്കൂടാ? അതാണ് മാധവ മാമ MG റോഡ് വഴി കയറി വളഞ്ഞമ്പലം വഴി ഇങ്ങോട്ട് എത്തിയതല്ലേ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പൂത്താങ്കിരി കളിച്ചെന്നെ കണ്ണിൽ മണ്ണ് വാരി എറിഞ്ഞിട്ട് ഓടിയവളാ. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അവളിപ്പോ പൂത്താങ്കിരിയും കളിക്കില്ല, നിന്റെ കണ്ണി മണ്ണും വാരിയിടില്ല. ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ? നല്ല ഉയരവാ, നിനക്ക് ചേരും. അതുകൊണ്ടല്ല മാധവ മാമ, 10-14 കൊല്ലം ബോംബെ പോലത്തെ സിറ്റി താമസിച്ച ഏതൊരു പെൺകുട്ടിയുടെയും ഭാഷ മാറും, വേഷം മാറും. അവളിപ്പോ ഒരു മദാമയെ പോലെ ആയിട്ടുണ്ടാവും. അതൊരു കുറവാണോടാ? അതൊരു കുറവായിട്ടല്ല മാധവ മാമ, അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. ഈ നാട്ടുംപുറത്തിനെയും തനി നാട്ടുംപുറത്തുകാരനായ എന്നെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു നാട്ടുംപുറത്തുകാരി പെൺകുട്ടിയാണ് എനിക്കിഷ്ടം. എടാ, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി മാധവ മാമ ഇങ്ങോട്ട് വരണമെന്നില്ല. എടാ, ഞാൻ വേണ്ട, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. മാധവ മാമ പോ. ഞാൻ പോണം. പോണം. എന്റെ മോള് ബോംബെ പോയി പഠിച്ചതാണോ ഒരു കുറ്റം? അവള് മദാമെ പോലെ ആയതാണോ ഒരു കുറ്റം?
നീ ആ നാരായണേട്ടന്റെ വേലാതിന്റെ ശങ്കരന്റെ ആരുടെ മോളെ വടയിൽ കെട്ടിക്കോ, ഒക്കെ കുഴപ്പാ. നീ അനുഭവിക്കും. നീ എള്ളി വീണ ഒച്ചിനെ പോലെ ആവും. അവള് നിന്നെ മൂക്കൊണ്ട് ഇക്ര ഇവ്ര ഇമ്ര എന്നൊക്കെ എഴുതിക്കും. നന്ദി കേട്ട കഴുമോ തെറി പറയരുത്. സൽപ്പേര് സൽപ്പേര് മാങ്ങാത്തൊലി പോടാ. അയങ്കിലെ പോലത്തെ ഒരു പെണ്ണിനെ കൊടുത്തപ്പോ എന്താ പ്രശ്നം? കുന്തം പോടാ. ഇയാടായിരുന്നു നോക്കിയാ പോലെ. ഇതന്നെ ഞാനിപ്പോ അവിടെ പറഞ്ഞിട്ട് പോയതല്ലേ. ഓ എന്റെ ഈശ്വര. ട്യൂഷൻ ടീച്ചർ ഇല്ലെങ്കിൽ സ്കൂൾ ടീച്ചറെങ്കിലും കിട്ടുമോ? ഹലോ, നമ്മുടെ പാർട്ടിയാ നല്ല വീശ. വേണ്ട അതെ ഞാൻ നേരിട്ട് അകത്തേക്ക് ഇനിയിപ്പോ എനിക്ക് മാധവ മാമ. ആണ്ട് എന്നതാ ആരാന്നാ? ആണ്ട് എന്താണ്ട് നാട്ടില് ഞാനും എന്റെ അച്ഛനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൽപ്പേരുള്ളത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കണ്ടു സൽപ്പേര് അകത്തിരുന്ന് ഞം 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 അടിക്കുന്നത്. ഏത് നാട് ഏത് അച്ഛൻ എന്നാ സൽപ്പേര്? മാമാ വൃത്തിയിട്ടവനെ എന്നതാ വിളിച്ച മാമ എന്നോ? ദേ മാധവ മാമ ഒരുമാതിരി. ഞാൻ കറിയാച്ചൻ കാഞ്ഞിരപ്പള്ളിക്കാരനാ. ദേ മാധവ മാമ മനുഷ്യനെ പടിയാക്കരുത്. കിടക്കുന്നു വീണ്ടും മാമ. ഏത് തെണ്ടിയോടോ എന്റെ മാധവ മാമൻ? അയാളോട് ആര് പറഞ്ഞു എന്നെ പോലെ ഇരിക്കാൻ? ഇനി ചിലപ്പോ അയാളുടെ കുഴപ്പമാവില്ല. ലോകത്ത് ഒരാളെ പോലെ വേറെ 6 പേര് കാണുമെന്നാണല്ലോ. സ്കൂൾ മാഷായിട്ട് തനിക്കൊന്നും അറിയത്തില്ല. ഞാൻ സ്കൂൾ മാഷാന്നുള്ള എങ്ങനെ മനസ്സിലായി? എന്റെ നിപ്പ് നോട്ടോ സംശയം കൊണ്ട് അറിയാമല്ലേ സ്കൂൾ മാഷ. അവള് തന്നയച്ച കരിമണിമാല വിളക്കിയ വിളക്കി വിളക്കി. ഓ, ലോകത്ത് ഒരാളെ പോലെ 6 പേരോ 7 പേരോ കൊണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം എനിക്ക് ഇല്ലാണ്ടായിപ്പോ. ഞാൻ ഒരു സ്കൂൾ മാഷാണല്ലോ. അതെന്താണ് പോലെ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരാളെ ഞാനിന്ന് ടൗണിൽ വെച്ച് കണ്ടു. എന്റെ കാതർക്ക എന്റെ ഒരു അകന്ന ബന്ധുവാണെന്ന് തന്നെ പറയാം. പക്ഷെ മൂപ്പർ ഇപ്പൊ അറിയപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളി കറിയാന്നുള്ള പേരില്ല. അലവലാതി, ദുഷ്ടൻ, ശവം. അത്രക്ക് ചെറ്റാണ് ആ കച്ചി. പിന്നല്ലാതെ ഞാനിന്ന് നോക്കുമ്പോ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വരിക. ആ വരവങ്ങ് കണ്ടപ്പോ ചെപ്പക്കുറ്റിക്കൊന്ന് പൊട്ടിക്കാനാ തോന്നിയത്. അല്ല, നിന്റെ ഏത് ബന്ധുവിനെ പോലെ ഇരിക്കാ കച്ചി? എന്റെ അമ്മ. അത് ഞാൻ പറയാം. ആദ്യം വള്ളം അടുപ്പിക്കും. അങ്ങോട്ടേ എടാ, നമ്മൾ ആണുങ്ങളല്ലേടാ. അപ്പൊ ആരും കാണാത്തടത്ത് ചെല്ലുമ്പോ അറിയാണ്ട് 2 എണ്ണം വീശി പോകും. തെറ്റല്ല, നീ ചതിക്കരുത്. 14 വർഷത്തെ പിണക്കത്തിന് ശേഷം നിന്റെ അമ്മായി ബോംബെ നിന്ന് ഇണങ്ങാൻ വന്നിരിക്കുക. ഇനി നീയായിട്ട് അവളെ പിണക്കി അയക്കരുത്. വീണ്ടും പുഷ്പിച്ചോണ്ടിരിക്കുന്ന ദാമ്പത്യ വല്ലരി നീ കശക്കെറിയരുത് അനന്തരവാ. ചക്കരെ മാമൻ പറഞ്ഞ അനുസരിക്കില്ലടാ നീ. ശരി ശരി, അവന് സന്തോഷായി. അതെ, രാവിലെ സംഗീത കണ്ണി വിളക്കാൻ തന്ന കരിമണിമാലയാ. സൂക്ഷിച്ചങ്ങ് എത്തിച്ചേക്കണം. അല്ല ക്ഷീണം മാറ്റാൻ വേണ്ടി 2 അടിച്ചിട്ട് കളഞ്ഞു പോയി മരുമോനെ എന്ന് പറയൂ. അതിന് സംഗീതയുടെ അച്ഛനല്ലാതായിരിക്കണം. ചേട്ടാ, ഇങ്ങോട്ട് വാ. വാ ചേട്ടാ. നിന്നെ വിളിക്കുന്നു. എന്നെയൊന്നുമില്ല. ആരെയാ? നിങ്ങളെ തന്നെയാ. എത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നറിയോ? എനിക്കറിയാം, പണ്ടത്തെ പോലെ ചേട്ടൻ എന്നോട് സ്നേഹമില്ല. നിനക്ക് ആള് മാറിയതായിരിക്കും. ആഴ്ച 2 വട്ടം കാണുന്ന ആളല്ലേ, ഞാൻ എങ്ങനെയാ മറക്ക? വാ ചേട്ടാ. കയ്യൊന്നും അച്ചക്കൻ എന്ത് വിചാരിക്കും? ആ ചെക്കന് ഒന്നിനും കൊള്ളില്ല. നിങ്ങൾ വാ. മാമ, ഒരുപാട് കാര്യം പറയാനുണ്ട്. മാധവ മാമ, എനിക്കറിയില്ല. അങ്ങനൊന്നുമില്ല. എന്താടാ? എടാ ബാല, എന്താ ദാസേട്ടാ? ദാക്ഷായനുടെ വീട്ടുമുറ്റത്ത് വീണ്ടും ആള് വന്ന് തുടങ്ങി തോന്നലോടാ. ആരാണത്? നിന്നോടോ ചോദിച്ച ആരാമ? ഞാനല്ല. നിക്കണവിടെ. നിന്നെ എന്തായി കിട്ടൂടാ?
എന്താണ് സൽപ്പേരെ ഇവിടുന്ന് ഔട്ടായോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യ കത്ത് പിടിച്ച് നിൽക്കുക. അതെങ്ങനെ കത്ത് പിടിക്കാതിരിക്കും? ഹൗസിംഗിലിട്ടല്ലേ വെടികൊണ്ടത്. രാമൻകുട്ടി എറിയരുത്. എവനെന്താ വട്ടായോ? ആയില്ലേ ആക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓടിക്കോ, വിട്ടോ. പോയോ? ഒരു മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പോ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കുവോ? എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്തു പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ 1-2 കുത്തു വാങ്ങി. എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെ കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടി കയറാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെ സഹിക്കാം. ഈ മൂത്രം പോവാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാ? അതിനി വേറെ താപ്പിടേണ്ടി വരുമോ? ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞുതരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. സിസ്റ്റർ അല്ലേ പറഞ്ഞ് എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും. അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്? എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്? ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്? സാറെന്തിനാ അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞു തന്നത്? ഇത് നുണയൊന്നുമല്ല, സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത്. മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത്. സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷിനോടും പറഞ്ഞു. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണമത്രേ സാറിനെ ചികിത്സിക്കാൻ. സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ? ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? അത് തന്നെ ഞാനും കേഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതേതായാലും നന്നായി. അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂരിക്കുട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ണി ചോരയില്ല സംസാരിക്കരുത്. ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോധം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ട് എവിടെ കൊണ്ടുവന്നാക്കിയത്. അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇനിയും ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല. എന്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് 6 കുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, സാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞ ഒന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം. സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുത്തുകൊണ്ട് അത് പരിഹരിച്ചിട്ടില്ല, അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്ററെ? പിന്നെ വരാതിരിക്കുവോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയാൻ ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോന്നാ എന്റെ സംശയം. കണ്ടാലെങ്ങനെ? എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും ഇല്ല. എന്നാൽ അത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്ന് സിസ്റ്റർ, ഞാൻ കണ്ണനല്ല. എന്റെ പേര് ജയദേവെന്ന. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികളുണ്ടാവില്ലേ? ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ദേ സിസ്റ്ററാണോ മദറാണോ ഞാൻ നോക്കൂല. ഒറ്റ കുത്തു കിടപ്പില്ലേ? അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ. ഒരു കുത്തുകൊണ്ട് 2 ഓപ്പറേഷൻ. നമുക്ക് അതും അങ്ങ് നടത്താം. നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞു. വെറുതെ എന്തിനാടോ ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാമല്ലോ. ആരടാ അവള്? അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്തൊരു നഴ്സാ സാറേ. അതല്ലടാ. പിന്നെ എനിക്ക് ആണത്വം ഇല്ലാന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന് സാർ ഈ ദാസനോട് സത്യം പറ. ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിയാതെ സാറ് വല്ല ആണത്വം തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ? നിങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹിതന്റെ കാര്യം? 26-ലെ ഒരു അപ്പു.
ആ അപ്പു ആളെങ്ങനാ? എന്തേ? അല്ല, ഒരു വായ നോക്കിയാണെന്ന് ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുന്റെ അത്രയും സൽസ്വഭാവിയും നല്ലവനുമായ ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ല. ആ, എന്നാ എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പു വീരേന്ദ്രനെ കാണുന്നു, സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം ഞാൻ ഇയാളുടെ ചോദിച്ചു, അപ്പു അല്ലേന്ന്. അപ്പോ ഇയാളുടെ മുഖത്തുണ്ടായൊരു ഭാവപ്പേർച്ച, ഓ അവർണ്ണനീയം തന്നെ. आप एक पल के अंदर मुझे पहचान लिया? अरे वाह, मैं आपको अभिनंदन करता हूँ. ശുക്രിയ ശുക്രിയ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് अब जाते हैं. बैठो. അല്ല അത് अरे आप दोनों बैठिए ना. आप कैसे हैं? यहाँ की खाने पीने के इंतजाम ठीक तो है ना? अच्छा अच्छा अच्छा. ये सब छोड़ो ना, आपका नाम कहिए. नाम नाम बताओ. വീരേന്ദ്രൻ. बैठिए ना. साले, ये वीरेंद्र को पहले कभी तू देखा है? ഈ വീരേന്ദ്രന്റെ മുമ്പ് എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഇനി എന്നെ പറ്റി ഞാൻ പറയാം. എന്റെ പേര് അപ്പു, തിരുവട്ടാറിലെ ഒരു കൃഷിക്കാരൻ. ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ, അവൾ എന്റെ പെണ്ണ. അവളെ തിരികെ കൊണ്ടുപോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആരെ ബേക്കോ വീരേന്ദ്ര മേഹവും. നിക്ക്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, മറിച്ച് സഹായിക്കാനാ. നീ ഞാനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചില്ല. ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിന്? എന്റെ അമ്മയെ പോലും പണ്ടേ ഞാൻ ഉപേക്ഷിച്ച. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടോ? അതെ. എന്താ, അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ്, എനിക്ക് വേണ്ട. ഞാനൊരു തൊപ്പി പോലും തലയെ വെക്കാറില്ല, പിന്നെന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശമായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കൊത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശം ഉണ്ടാവാൻ പോവാ. അതിനു മുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ. എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ടി ഞാനിവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രം ഇപ്പൊ അതിന് കഴിയും. ഈശ്വര, അടുത്ത കുരിശു എത്തിയല്ലോ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ, അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടിയൊന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ചാ ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായയെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. എന്താടാ? വെള്ളം, പാനി. ഇറങ്ങ ഇറങ്ങ, വേഗം ഇറങ്ങ. പെട്ടികളെല്ലാം എടുത്തോ? അയ്യോ, എന്താടാ? പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ? നമുക്ക് എന്താ? തമ്പുരാട്ടി എവിടെ പോയി? ചോദിച്ചു കേട്ടില്ലേ, തമ്പുരാട്ടി എവിടെയെന്ന്? തമ്പുരാട്ടിയോ? അമ്മയെ ഞാൻ തമ്പുരാട്ടിന്ന് വിളിക്കും. കുഞ്ഞുനാളിലെ ഉള്ള ശീല. അമ്മ എന്തേ? മായയുടെ അടുത്തേക്ക് പോണത് കണ്ടു. എല്ലാം ശരിയായിടാ. ഞാൻ മായ കണ്ടു. അവള് വരും. പുറകുവശത്തെ ഗേറ്റിനടുത്ത് മായ വരും. നീ അവിടെ കാത്തു നിൽക്കണം. ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കാം. എന്താ, നീ വേഗം പോയി വണ്ടി അറിയിച്ചി. പിന്നെ എന്റെ 2-3 ജോഡി ഡ്രസ് ഉണ്ട്, പുതിയതാ. നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ, ഒന്ന് വേഗം പോടാ. അല്ല, രാജാവെന്താ ഇങ്ങോട്ട്?
വീരേന്ദ്ര എന്നെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ അപ്പു. പക്ഷേ താക്കോൽ എവിടെ ഇരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ. ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? ഓ എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാ. വാടാ. മാളു മ്യാവൂ മ്യാവൂ മ്യാവൂ. പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടവൊക്കെ കയ്യിലിരുന്നോട്ടെ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. പോയിക്കോ. അതല്ല, വേറൊരു കാര്യം പറ്റ ഒന്നും പറയാനും പറ്റില്ല. എന്തായി? കൊളമായി. എങ്ങനെ കൊളായി? അവളെന്നെ മൂക്കെ കയറി പിടിച്ചു. മൂക്കെ കയറി പിടിച്ച മൂക്കളല്ലേ വരൂ, കൊളാവൂ. ഓ, അവളുടെ അച്ഛൻ കണ്ടെന്ന്. അതെ, മുറിക്കകത്ത് കയറിയപ്പോ അമ്മയും കണ്ടു. അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കിന്ന് പറ. ഇനി അവളെ ഇഷ്ടമല്ലാന്നെങ്ങാ നീ ചെന്ന് പറഞ്ഞ ആ ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പിള്ളച്ചേട്ടാ, ഹലോ, വരൻ എവിടെ പോകുന്നു? ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഓ, അതിനെന്തിനാണാവോ പുറത്തോട്ട് പോണത്? അകത്തുനിന്നറിയാം ആളുകളല്ലേ. അത് സാരമില്ല, അകത്തൊഴിച്ചാ മതി. ഇപ്പൊ നീ ഇവിടുന്ന് പുറത്ത് പോകണ്ട, അകത്തേക്ക് പോടാ. എന്റെ സുഹൃത്ത് എനിക്ക് മൂത്രം ഒഴിച്ചിട്ട് ആ വഴി വീട്ടിൽ പോണ്ട. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ ടെലഗ്രാം വന്നിരുന്നു. ടെലഗ്രാമോ? അല്ല, ഫോൺ വന്നു. ഫോണാ? ഏത് ഫോൺ? ഒരാള് വന്ന് പറഞ്ഞാണ് ചങ്ങാതി. ആരും ഒന്ന് പറഞ്ഞാലും നീ ഇവിടുന്ന് പോവില്ല. മര്യാദക്ക് അങ്ങോട്ട് ചെല്ലടാ. എന്ത്? ഇങ്ങോട്ട് വാ. ഒറ്റ കീറ്. എന്ത്? കോട്ട് കീർന്ന്. അങ്ങോട്ട് ചെല്ലടാ. ആ, ഇനി എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോണേണ്. ദേ ഇതാണ് വരൻ. കൊട്ടാരം വീട്ടിൽ ദേവിത്തമ്പ്രാട്ടിയുടെ മകൻ പ്രേമചന്ദ്രൻ. എന്ത് കോമാട? ബികോം. ആ കോം. ഈ കോം. ഇനി കല്യാണ പെണ്ണിനെ പരിചയപ്പെടുത്താം. നിക്ക് ചേട്ടാ, പെണ്ണിനെ നമുക്ക് പരിചയപ്പെടുത്തണ്ട. അതിലൊരു ഫ്യാഷൻ കിടക്കട്ടെ. കല്യാണ പെണ്ണ് ഇപ്പൊ ഇവിടെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അത് കൊള്ളാം. ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. വന്നോളൂ. നിക്കടാ, എന്താണ് ഇത്ര ധൃതി? പെണ്ണിനെ പരിചയപ്പെടുത്തട്ടെ.
അല്ല അതെല്ലാവർക്കും അറിയാലോ. എന്നാലും പെണ്ണിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം, അതാണ് അതിന്റെ ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് പോരെ. മിണ്ടായിടോ. നേര് പറഞ്ഞ ഈശ്വരനെ നിങ്ങൾ എന്റെ അടുത്തെത്തിച്ചത്. ഓപ്പറേഷനും കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അതും തൊട്ടടുത്ത വാർഡില്. തലയിപ്പ് എങ്ങനെയുണ്ട്? ആകെ പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാ മതി, തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാ മൂന്നാളും ഒരേ സമയത്ത് തല കുത്തിരിക്കണത്? സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത്. പാവം ഇവൻ പറയുന്നതേ, ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇവരെന്താ സാറേ പറയണത്? എന്ത് പറയാനടാ ദാസ, നമ്മള് മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് തല മൂന്നും ഫ്യൂസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? ഒക്കെ വിധി. ആ പിടി റാണി. ഹലോ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രി ഒന്ന് ചീട്ടടിച്ചത്. തലക്കടകിട്ട് മൂന്നാൾ കൂടെ ഒരുമിച്ച് ആശുപത്രി ഒന്ന് പറഞ്ഞോ? ഓ അത് ശരി, അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ, ഇത് മുസ്തഫ. ഹലോ, ഇത് ആൽഫ്രഡ്. ഹലോ. എന്താ എല്ലാരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ അത് കഴിഞ്ഞു. സാറെന്താ ഇവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്. ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ തല പുറത്തിട്ട് നോക്കണത്? ഇതൊരു പാവ. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാള് സമ്മാനിച്ചതാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ലേ മുസ്തഫ? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലിയത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും. അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളികളുണ്ടല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണത്രേ. അപ്പോ എന്തായാലും ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. സാറ് തന്നെ പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ചയാളെ കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറ് പിടിച്ച സംഗതിയാ. ഇവിടെ വാ, ഇവിടെ വാ. നീ എന്താ ഇവിടെ? സംഗീതം ഉണ്ടോ? ഉണ്ടല്ലോ. അടുക്കളയില്ല? അല്ല. ഓ പൂജാമുറിയിലായിരിക്കും. അല്ല. കുളിക്കുക ആണെങ്കിൽ ഒന്ന് കാണാനാ. അവൾ ഇവിടെ എവിടെയായാലും നിനക്ക് അവളെ കാണേണ്ട കാര്യം എന്താ? സംഗീത ഒരു പുസ്തകം ചോദിച്ചിരുന്നു, അത് കൊടുക്കാനാ. ഓ അപ്പൊ നീ ഒരു മൊബൈൽ ലൈബ്രറി ആയോ? നിന്റെ ഓരോ പുരോഗതി മോനെ. കൊടുത്തിട്ട് വരാം. ഇവിടെ വാ, ഇവിടെ വാ. പുസ്തകം ഞാൻ കൊടുത്തോളാം. അയ്യോ വേണ്ട മോവ, ഞാൻ കൊടുത്തോളാം. വേണ്ടടാ ചക്ക. വേണ്ട മോവ, ഞാൻ കൊടുത്തോളാം. നിന്നോടല്ലേ ഞാൻ പറഞ്ഞ പുസ്തകം ഞാൻ കൊടുത്തോളാന്ന്. ആഞ്ഞു വിട്ടോ, സ്ഥലം കാലിയാക്ക്. പോടാ. പോവാ. എന്റെ മോടെ കഴുത്തിലൊരു താലി കെട്ട അവന് വയ്യ. അവൻ വായിക്കാൻ പുസ്തകമായിട്ട് അടക്കുന്നു. എന്നെങ്കിലും നിന്നെ പൊക്കും. അയ്യോ അത് ചളിക്കിയതാരെങ്കിലും കണ്ടോ? എന്താ ഒരു ശബ്ദം കേട്ടത്? അതാടി കൊക്കിനെ വെടി വെച്ചതാ. ആരോ എവിടെയോ. ദാ ഓ പ്രിയപ്പെട്ടവളെ, സൽപ്പേരോട് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഒരേ സ്വഭാവക്കാരായ നമ്മൾ തമ്മിലാണ് ഒന്ന് ചേരേണ്ടതെന്ന്. നിനക്കതിന് സമ്മതമാണെങ്കിൽ ആ കാര്യം ഒന്ന് അറിയിക്കുമോ? എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ അമ്പലത്തിൽ വരുമ്പോൾ എന്റെ ഇഷ്ടനിറമായ വെള്ള വസ്ത്രം ധരിച്ച് വരണം. ശേഷം മുഖതാവിൽ പ്രതീക്ഷയോടെ നിന്റെ ഏട്ടൻ രാമൻകുട്ടി. ഇതാരെ കാണാനാ പെണ്ണുങ്ങളെ ഡ്രസ്സിംഗ് റൂമിൽ കയറിയത്? അല്ല അത് പിന്നെ ഞാനിങ്ങനെ ഒരു എന്നെ കാണാനല്ലേ? എനിക്കറിയാം. എന്തറിയാം? കാട്ടുകൊള്ളൻ. ഹരി വീരപ്പനാ. ഈ രാമൻകുട്ടിയുടെ കാര്യം. ചെല്ലേ മോനെ രാമൻകുട്ടി,
വേലായുധം മാമയ്ക്ക് എല്ലാം മനസ്സിലായി. അയ്യോ ഞാനല്ല, എന്നെയാണ് ഇങ്ങനെ 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 എങ്ങനെ 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 കള്ളൻ, പേരും കള്ളൻ. എടാ നീ എന്റെ മകളെ കാണാൻ വേണ്ടി വന്നതല്ലേ? അയ്യേ മരുമകനെ, ഇതൊക്കെ നീ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോണേന്റെ ആക്രാന്ത. അയ്യേ പെണ്ണുങ്ങൾ തുണി മാറുന്നിടത്ത് വന്ന് ഒളിഞ്ഞു നോക്കി ഉള്ള സൽപ്പേര് നീ എന്തിനാ കളയണേ? നീ നോക്കി, നാളെ മുതൽ അവളെ നിന്റെ വീട്ടിൽ കൊണ്ടേ ആക്കട കാര്യം ഞാൻ ഏറ്റു, എന്താ പോരെ? പക്ഷേ കല്യാണത്തിന് മുമ്പ് നീ അവളോട് കേറി ആക്രാന്തം ഒന്നും കാണിക്കരുത്. അയ്യേ ഇവനെന്തോ കുഴപ്പമുണ്ട് കേട്ടോ. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറെ മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായിക്ക് എന്ത് പറ്റി? ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളുടെ ഒന്നായി എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചു മൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. പൊക്ക് ദേശം ഇടത്തോട്ട് തിരിക്ക്, കുറച്ചുകൂടെ പൊക്ക്. മതി. നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാം. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛനിവിടെ നായ്ക്കളെയാണ് വളർത്തുന്നത്, തിമിംഗലങ്ങളെ. നീ ചാടിക്കോ. ചാടിക്കോ. ചാണകക്കുഴി. താങ്ക് യു. ദാസ, നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുണ്ടോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതുങ്ങി നിൽക്കണേ. ശവം ഇതിലെടുത്തിട്ടില്ല. മുത്തച്ഛനാണ്. മുത്തച്ഛൻ കണ്ടില്ലേ, ജീവനുള്ള പ്രേതം. അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നതാ. നീ ഇവിടെ ഇരി, ഞാൻ ആ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഹലോ ഹലോ, മൂക്കിൽ നായർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്, വാതിൽ ഇപ്പൊ തുറക്കും. എന്താ എന്താ? ഞാനിവിടെ പഠിക്കില്ലേ, ഒരു ആംബുലൻസ് വിളിയേ, എന്റെ വീട്ടിൽ കൊണ്ടാക്കേ. എന്താ പ്രശ്നം വെച്ചാ പറ. ആശാരി എന്ത് കൊണ്ടെന്നോ പറയണേ? എന്താ ഇവിടെ ഒരു നിലവിളി കേട്ടത്? ആശാരി എന്തോ കൊണ്ട് പേടിച്ചതായിട്ട്. പേടിക്കാൻ? ഈ രാത്രി ഇവിടെ എന്ത് കണ്ട് പേടിക്കാൻ? എന്തെങ്കിലും കണ്ട് പേടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇയാൾക്ക്? അച്ഛന്റെ ഒരു നട്ടപ്പരാന്ത്. ഒരു കോണി പൊളിഞ്ഞെന്ന് വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ? താൻ ബ്രേക്ക് ഇടാണ്ട് അങ്ങോട്ട് നടക്കടോ. മായ അകത്തുണ്ട്, നേരെ ചെന്നാലോ? ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ്, അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം. കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത്? കരയല്ലേ മോളെ, കരയല്ലേ. അച്ഛൻ എന്താ ചെയ്യാ? അകത്ത് കയറാനും വയ്യ, തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായല്ലോ നമ്മൾ രണ്ടാളും. കുഞ്ഞിന് മുല കൊടുത്തോ സാറേ? മുല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും, വണ്ടി അയച്ചിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്തോന്നാ ചോദിച്ചത്. പ്യാല് കൊടുത്ത് ഇപ്പൊ കിടത്തിയുള്ളൂ, അപ്പോഴേക്കും ഉണർന്നു. ആ കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ. അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ. അതും ചൂടന്മാരായ അച്ഛന്മാരാണെങ്കിൽ പറയുന്നേ. നിന്നോട് ഒരു ഫാരക്സ് മേടിക്കാനാണ് പറഞ്ഞത്, നീ എന്തിനാ 2 മേടിച്ചത്? ഒരെണ്ണം നോക്ക്, ഒന്ന് നമുക്ക്. അല്ലാതെ ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ മുതലാവില്ല. അയ്യോ, നല്ല ഒരു ഉണ്ണി വാവ. ഇതെവിടെ നിന്ന് കിട്ടി സാറേ? മായ പെറ്റതാ, രണ്ടാമത് പെറ്റതാ മോള്.
എന്തേ നിനക്ക് വളർത്തണോ? നല്ല തറവാടിത്തോള്ള കുട്ടി, അച്ഛന്റെ അതേ മുഖം. ഇതെന്താ മണ്ണ് വരുത്തിനോ? ഇത്തവണത്തെ ക്ലബിന്റെ വാർഷികം വളരെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാനാണ് എന്റെ പരിപാടി. നാടൻ കലകൾ മാത്രം. കഥകളിക്കും ചാക്യാർകൂത്തിനും ഇടയിൽ കൂടെ നങ്ങ്യാർകൂത്ത് കൂടി ബുക്ക് ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. പക്ഷേ ഓട്ടംതുള്ളൽ ബുക്ക് ചെയ്യാൻ ചിലപ്പോ ചേട്ടൻ ഓടേണ്ടി വരും. അല്ലേ ഓട്ടത്തുള്ളിൽ ബുക്ക് ചെയ്യാൻ ഓടണോ? രാമൻകുട്ടിയേട്ടൻ പറഞ്ഞല്ലേ എന്തായാലും കാര്യം കാണും. ഓടിക്കോ. രാമൻകുട്ടി, രാമൻകുട്ടി. ഹലോ ബാർബർ നാരായണൻ, സുഖം തന്നെ? ഒരു കട്ടിങ് ഒരു ഷേവിങ്ങും. നോക്കാം. രാമൻകുട്ടിയേട്ടൻ ഇവിടെ പോയി. വെള്ളത്തിൽ ചാടിയോ? ഇല്ലടാ, വാ തിരിച്ചു പോയി നോക്കാം. വിടുന്ന പ്രശ്നമില്ല. അത് ശരി, അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടിരിക്കുക. ഏതായാലും തേച്ചില്ലേ, തുടങ്ങിക്കോ. ഏതറ്റം തൊട്ട് തുടങ്ങണം? ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ റൗണ്ടിൽ ജൗവിന് വടിച്ചു പോരട്ടെ. വാടാ. എങ്ങോട്ട്? എന്റെ കൂടെ വാടാ. എങ്ങോട്ട്? വാടാ. നിന്റെ സർവ്വ ഇമേജും പൊളിച്ച് ഞാനൊരു കുട്ടയെ വാരി തരാവടാ. നീ നോക്കിക്കോ, നിന്റെ കത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഞാൻ ഈ നാട്ടിലെ സർവ്വ മൂത്രപ്പരയിൽ ഓട്ടിക്കാൻ പോകും. പറ്റിപ്പോയി മാധവ മാമ, പറ്റിപ്പോയി. കാലൊന്നും പിടിക്കണ്ട. അല്ല, തുണി എടുക്കാൻ. എന്റെ എടുത്തോ. തൽക്കാലം നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം എന്റെ മോക്ക് നിന്നെ വലിയ ഇഷ്ടമായിപ്പോയി. ഇത്രയും സൽപ്പേരുള്ള ഒരാളെ കിട്ടുന്നത് ഒരു പെൺകുട്ടിയുടെ ഭാഗ്യമാണെന്ന് അവള് പറയുന്നു. സംഗീത അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഇനി എന്റെ ഇഷ്ടമനുസരിച്ച് കല്യാണ തീയതി വരെ നിശ്ചയിച്ചോളാൻ അവള് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കല്യാണം അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കാരണം നിന്റെ കല്യാണം വേലായുധന്റെ മകളുമായി നിന്റെ അമ്മ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ, അതായത് എന്റെ പെങ്ങള്. അത് കലക്കിയാലേ ഇത് തെളിയൂ. ഇടി നീയൊക്കെ കൂടി പറഞ്ഞിട്ടല്ലേ സംഗീതയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോണ്ട് വന്നത്. അപ്പൊ ഇന്നെന്ത് സംഭവിച്ചു? ഏട്ടൻ എപ്പോഴും പറയാറില്ലേ മക്കളുടെ കല്യാണം മാതാപിതാക്കളെ തീരുമാനിക്കേണ്ടെന്ന്? അതെ, അതിന് ഏട്ടാ അതുകൊണ്ടാ ഞങ്ങള് പറയണത്. സംഗീത ചേച്ചി ഏട്ടനും തമ്മില് സ്നേഹമായിരിക്കും, പക്ഷെ ഇനി അമ്മ നിശ്ചയിക്കുന്ന കല്യാണത്തിന് ഞങ്ങള് കൂട്ടുവെക്കും. കൈയെടുക്കടി. പെണ്ണെന്നുള്ള വർഗം തന്നെ വഞ്ചനയുടെ പര്യായമാണെന്നേ മഹാന്മാര് പറഞ്ഞത് വെറുതെ ഇല്ല. നാരികൾ നാരികൾ ഈ രാമായണം എന്തിനാ സംഗീത എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? ശനിയാഴ്ച ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞൂടെ? ആരെങ്കിലും കണ്ട പോയോ? കണ്ടാലെന്താ, രാമൻകുട്ടിയേട്ടൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്തെ വഴക്കും കുസൃതികളൊക്കെ ഓർക്കാറുണ്ടെന്ന്. ഞാനും ഓർക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നോ, അക്കാലത്ത് ഞാൻ എത്രയോ വട്ടം ദ്രോഹിച്ച രാമൻകുട്ടിയേട്ടനോട് ഉള്ളിൽ എവിടെയോ ഇത്തിരി സ്നേഹം മായാതെ കിടപ്പുള്ളത് കൊണ്ട്. സംഗീത, ഈ ശനിയാഴ്ച ദിവസം ക്ലാസ് മുറിക്കകത്ത് നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കാർക്കോടകന്മാരായ എന്റെ അമ്മാവന്മാരെങ്ങനെ അറിഞ്ഞ? ആ വൃത്തിയിട്ടവരുടെ കാര്യം വിട്, ഞാൻ പറഞ്ഞതിന് മറുപടി പറ. സംഗീതേ, സൽപ്പേര് രാമൻകുട്ടി എന്ന് പറഞ്ഞ ഈ നാട്ടിലെ ചിലർക്കൊക്കെ പരിഹാസ. പക്ഷെ എന്നെ ബഹുമാനിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നീയേ, ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. അയ്യേ, ആഗ്രഹങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് പാടില്ല, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പ്ലീസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓ, പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ഇവിടെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് അവിടെ ശൃംഗരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് വരാം. കാരണം ചേട്ടാ, അയ്യോ മൈക്ക് ഓണായിരുന്നു. മരുവാനെ, ഞാൻ നിന്റെ അമ്മയെ കണ്ടിട്ടാ വരുന്നത്. അവർക്കിപ്പം എന്റെ മകളെക്കാൾ ഇഷ്ടം ഇവളെയാണെന്ന്. പിന്നെ നിന്റെ മനസ്സിലിരിക്കുന്നത് ഉച്ചഭാഷണിയിലൂടെ ഞാൻ കേട്ടടാ. നീ നിന്റെ അമ്മയുടെ കളിപ്പാവിയാണല്ലോ. അയക്കൂ, എന്നെ എന്റെ മോളെ നീ വിഡ്ഢിവേഷം കെട്ടിച്ചു. അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് നീ നോവിച്ചു വിട്ടതെന്ന് ഓർത്തോ? എന്റെ മോഹങ്ങളാടാ നീ തകർത്തത്. നിനക്ക് ഞങ്ങളുടെ പെമ്മക്കളെ ഒന്നും വേണ്ട. ഇത്രയും നാൾ ഈ നാട്ടിലില്ലായിരുന്ന ഇവളെ മതി. മോനെ സൽപ്പേരെ, നിന്നെ ഞാൻ ദുഷ്പേര് രാമൻകുട്ടി ആക്കുമടാ. ഓർത്തോടാ, എന്നെങ്കിലും എന്റെ ഈ തോക്കിന്റെ ഉന്നം ശരിയാകുകയാണെങ്കിൽ അത് നിന്റെ നെഞ്ചത്തായിരിക്കും. ഞാൻ ഈ സ്കൂളിലെ പിയൂണായിരിക്കും. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഈ കൈ കൊണ്ട് നിനക്ക് സസ്പെൻഷൻ മേടിച്ചു തന്നിരിക്കും. ഇവിടെ ഇവിടെ മതി, നിർത്ത്. രാമൻകുട്ടി, ഇവൾ എന്റെ മകളാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ, ദാ ഇവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ഈ മാധവമാവൻ നടത്തി തരും. ഒരു പോറൽ പോലും വെക്കാതെ നിങ്ങൾ ഈ മണ്ണിൽ ജീവിക്കുകയും ചെയ്യും. ആർക്കത് തടയാൻ പറ്റിയത് ഞാൻ നോക്കട്ടെ. വാ മക്കളെ. ലാൽ സലാം.
നിക്ക് 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 അങ്ങനെ അങ്ങ് പോയാലേ എവിടെയാ പോണേ നിക്കടാ മുക്കാല മുക്കാബുല അല്ല അല്ല ഇതാര് സൽപ്പേർ രാവും കിട്ടിയോ ഹലോ അനന്ത അനന്ത കള്ളു കുടിച്ചിട്ടില്ലേ ആവല്ല കല്ലറ അടുത്ത് ആരോ നിൽക്കുന്നു എവിടെ അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടതാ. വെറുതെ കിട്ടുന്ന വെച്ച് മൂക്കറ്റം കയറ്റരുത്. കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയുന്നത്. ഇത് പിച്ചല്ല, പേയ്താൻ. ഇനി യക്ഷി വേഷം കളഞ്ഞിട്ട് ആ സാക്ഷി സദാനന്ദൻ യക്ഷന്റെ വേഷം കിട്ടിയതാണെങ്കിലോ? നീ എന്തിനാണ് വേഷം മാറി അവിടെ പോയി നിന്നത്? ഞാനല്ല, അവിടെ ഒരു വെളുത്ത രൂപം. ഞാൻ പറഞ്ഞില്ലേ? അനന്തൻ അല്ലേ? ഞാൻ മോഹനവർമ്മ. നിങ്ങൾ മരിച്ചു എന്ന് കരുതിയ മോഹനവർമ്മ. കുറച്ചു കാലം ഞാനിവിടെ ഇല്ലാതെ പോയത് കൊണ്ടാണ് നിങ്ങളുടെ കേസ് ഇത്രയും നീളാൻ കാരണം. നാട്ടുകാരനെ ഒത്തുതീർപ്പ് വക്കീലെന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒത്തുതീർപ്പിന്റെ ഗുണം. അനന്താ, അനന്താ, കർത്താവേ, നമ്മൾ രക്ഷപ്പെട്ട് വക്കീലേ. മിനിമം ഒരു വർഷത്തേക്ക് ഞം സുഖം. എങ്ങനെ? അഡ്വക്കേറ്റ് അനന്ത പത്മനാഭനെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിന്റെ റിസീവറായി സർക്കാർ നിയമിച്ചിരിക്കുന്നു. ഞാനുണ്ട് സ്വാമി. ഒരുമാതിരി ഇരുത്തുന്ന വർത്താനം പറയരുത്. നീ എവിടെ പോയതാ? അമ്പലത്തില്. ചേച്ചി അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ചാടിയത്. ചേച്ചി നേരെ ഇങ്ങോട്ടും പോന്നു, ഞാൻ പ്രസാദം വാങ്ങാൻ അങ്ങോട്ടും പോയി. അകത്തേക്ക് വരുമ്പോ കഥകിൽ മുട്ടണം അറിഞ്ഞൂടാ. മുട്ടാൻ നോക്കിയപ്പം വാതില് കാണാനില്ല. നിങ്ങൾ വാതിൽ തുറന്നു വെച്ച് തൈക്കത്തി പിടിച്ചത്. ചിരിച്ചോ ചിരിച്ചോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തർക്കുത്തരം. സാറിന് മാത്രമല്ല, കുറച്ചു നാളായിട്ട് എനിക്കും പ്രാന്താ. സാറിത് കണ്ടോ? ചേച്ചിയുടെ തലവാട്ടിലെ മഴ കൊടുത്തൊരു പ്രാതം എന്റെ കാലിലിട്ടതാ. നീര് വന്ന് ഇതും ഇപ്പൊ മൂർച്ചയുള്ളൊരു മഴ പോലായിട്ടുണ്ട്. സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം ഈ ശാന്തസുന്ദരമായ ഗ്രാമത്തിലേക്ക് പറിച്ചു നട്ടുകൂടെ? സാറും കുഞ്ഞും വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ തന്നെ താമസിക്കണം. ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. താങ്ക് യു. കുറച്ചു കാലത്തേക്ക് മതി. അതിനിടയ്ക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും, അല്ലെങ്കിൽ അടിച്ചു പിരിയും. അതിന് വീട് കിട്ടണ്ടേ? ചേച്ചിയുടെ മുത്തച്ഛൻ തന്നെ കുറെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? അതിലൊരെണ്ണം ചേച്ചി തന്നെ ഒഴിപ്പിച്ചെടുക്ക്. പിന്നത്തെ കാര്യം പിന്നെ. കോണിന്ന് വീണ നിന്റെ മുത്തച്ഛന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആദ്യത്തെ ദിവസം വേദന ഇല്ലെന്നും പറഞ്ഞ് നടന്നു. ഇപ്പൊ കാലനക്കാൻ വയ്യ. രണ്ടു കാലിനും നല്ല നീരുണ്ട്. അപ്പൊ എന്റെ അതേ അവസ്ഥ. എന്നെ പോലെ ഒന്നല്ലടാ. അതൊക്കെ നല്ല മൂപ്പുള്ളല്ല. പഴുത്ത് നാശാവുന്നതിന് പോലെ ഡോക്ടറെ കാണിക്കാൻ പറ. അയ്യോ, സമയായി. കാണാതിരുന്ന മുത്തച്ഛൻ തിരക്കും. അതവളല്ലേ? അവളോ? ഏതവള്? അവരിവിടെ വന്നിട്ടുണ്ട്. ആര്? ബോംബെയിൽ എന്റെ പിന്നാലെ വന്ന് ജേട്ടനെ കുത്തിയില്ലേ? അവന്മാരെ ഞാൻ താഴത്ത് കണ്ടു. ദാസാ, അവിടെ ആരും ഇല്ലല്ലോ. ഇവിടത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ അവർ ബോംബെ നിന്ന് ഇവളുടെ പിന്നാലെ ഇവിടെ വരുന്നതിനാ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും കൂടെ വന്നാ അത് ആരെങ്കിലും കണ്ടാൽ പിന്നെയും പ്രശ്നമാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട്.
പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ചേച്ചി തൽക്കാലം വേഷം ഒന്ന് മാറി. നമുക്കും കൂടെ പോവാം സാറേ. അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അത് ആരാണ് നമുക്കൊന്ന് അറിയാലോ. ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്, അത് തീർച്ച. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നീ ആരാടാ ചൂല എന്നെ തല്ലാൻ? ഇതൊക്കെ മായയാണ്. നിനക്കെന്താ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ്. ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കയറി പിടിച്ചത്. അല്ലടാ ചെറ്റകളെ, നിങ്ങളെ രണ്ടിനെ ഞാൻ പൊരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദര, ഞാൻ ഈ പെങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുപോലത്തെ ഒരു സഹോദരി എന്റെ വീട്ടിലുണ്ട്. അവളെ കല്യാണം കഴിക്കാനുള്ള അതിമോഹം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ്. പാപ്പാക്കണം. ആ കൂളിംഗ് ഗ്ലാസ്സുകാരന് ശിവൻകുട്ടി. ഓഹോ, അവരാണോ ശിവൻകുട്ടി? അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല, അതല്ലേ എനിക്കും വേണ്ടത്. ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം. നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ. എന്താടാ അവന്റെ നടത്തത്തിനൊരു താളം? അല്ല, ആരായി വരുന്നത്? സൽപ്പേര് രാമൻകുട്ടിയോ? വരണം വരണം, വന്നാട്ടെ. ദാക്ഷായണീം 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 ദാക്ഷായണീം. ഇന്നലെ രാത്രി പുന്നാരമോനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി വിഷമിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോന്റെ രാത്രിയിലെ വർക്ക് കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവുന്നു. അല്ല, ഇത് എവിടെയായിരുന്നു? അനിയറിഞ്ഞില്ലേ? ഇല്ല. ദാക്ഷാണിയുമായിട്ടുള്ള ഫ്രഞ്ച് കലക്ഷൻ കൊല്ലം തെറ്റിയത് കൊണ്ട് ഉണ്ടാകത്ത് പോയില്ല. രാമൻകുട്ടി ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ സമ്മാനത്തിന് ഞങ്ങൾ ചൂട്ടുമായിട്ട് വരികയായിരുന്നു. നീ ചൂടാവൊന്നും വേണ്ട. എന്തായിരുന്നു നിന്റെ ഭാവാഭിനയം? കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല, മറ്റു ദുസ്വഭാവങ്ങളൊന്നുമില്ല. എന്നിട്ടിപ്പൊ കയ്യിരിപ്പോ നിനക്ക് ഭ്രാന്താണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് ഈ ഭ്രാന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നീ കല്യാണ ഉത്സവം കഴിഞ്ഞ് ഞാൻ ദാക്ഷാണിയുടെ വീട്ടിലേക്ക് പോവോ? എന്താടാ പോയിട്ട് പറ്റിരാമറ്റേട്ടാ. എന്നാടി നീ എന്താണ് ഭരണിക്കകത്ത് ഇറങ്ങിയിരിക്കണേ? അവള് നിന്നെ ഉപ്പിലിട്ടാ? അല്ല, അവള് ഡള്ളപ്പിന്റെ കിടക്ക വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഡള്ളപ്പിന്റെ ബെഡ് കൊള്ളിയല്ല, അവക്ക് വീരില്ലാത്തോണ്ട് പറയാ. പഞ്ഞിയുടെ ബെഡാ നല്ലത്. ചൂടത്തും തണുപ്പത്തും ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല നടുവിനും സുഖമതാ. മാവന്റെ എക്സ്പീരിയൻസ് ഇത് പറയുവാടാ. നീ എന്താടാ തുണി അഴിച്ചേക്കണേ? അല്ല, പെട്ടെന്ന് സീമ കേറി വന്നപ്പോ. ഭഗവാനെ, ചതിച്ചോ? മകനെ, മരുമകനെ, നീ ഇത്രയും ഫാസ്റ്റ് ആവും ഞാൻ കരുതിയില്ലോടാ. ലാൽ സലാം. അച്ചടക്കമുള്ളൊരു പെൺകുട്ടിയെ ആർക്കും എവിടെ വെച്ചും എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പുരുഷൻ ഒരു തെങ്ങുംതടി പാലത്തിലൂടെ നടന്നു വരികയാണെന്ന് വിചാരിക്കുക. അച്ചടക്കമുള്ളൊരു പെൺകുട്ടിയാണ് മറുവശത്തെങ്കിൽ അവൾ ഇറങ്ങി മാറി നിന്നിരിക്കും. അല്ല മാഷേ, ഈ തെങ്ങുംതടി പാലില്ലാത്ത സ്ഥലത്തെ പെൺകുട്ടികൾ എങ്ങനെ അച്ചടക്കം കാണിക്കുന്നേ? സൈലന്റ്. നിങ്ങൾക്ക് മാത്രം എന്താ ഞാൻ പ്രത്യേകം പറയണോ? പോയി ബെല്ലടിക്കണം. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ചോദിക്ക്. എന്താടാ നീ അസംബ്ലി പിച്ചും പേയും പറയുന്നത് കേട്ടല്ലോ? തെങ്ങിൻതടി പാലം, പെൺകുട്ടി, ഇറങ്ങി മാറിക്കയറൽ. നിനക്കെന്താ തലയ്ക്ക് വട്ടായോ? നിനക്കൊന്ന് ക്ലാസ്സില്ല? എന്നാ പിന്നെ പഠിപ്പ് നിർത്തി കഞ്ഞി ഇളക്കാൻ പോടാ. ഉള്ള നേരത്തെ 4 അക്ഷരം പഠിക്കാൻ നോക്കും മക്കളെ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഒരേ ക്ലാസ്സില് പുറഞ്ഞാ പൊടിക്കും ഞാൻ. ഈ കുട്ടികളുടെയും ടീച്ചേഴ്സിന് മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ കൊച്ചാക്കർ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതുപോട്ടെ, നീ വേലായുധന്റെ മോളെ കെട്ടാൻ പോണെന്ന് കേട്ടല്ലോ? ഞാനല്ല ശങ്കരമാമ, അമ്മയാ. ഓഹോ, അപ്പൊ അമ്മയാണോ കെട്ടാൻ പോകുന്നത്? അതല്ല, അമ്മയാണെല്ലാം നിശ്ചയിച്ചെന്ന് പറയായിരുന്നു. പക്ഷെ ഒന്ന് നീ ഓർത്തോ, പാർട്ടിക്കാരുമായുള്ള നിന്റെ ഈ ഇടപെടലുണ്ടല്ലോ, അണ്ടർവെയറിന്റെ പോക്കറ്റിൽ ബോംബ് സൂക്ഷിക്കുന്ന പോലെയാ. എന്തെങ്കിലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. പിന്നെ നിന്റെ ഒരു സ്പെയർ പാർട്സ് പോലും ബാക്കിയാണില്ല. അതെ, പ്യൂണിന്റെ ജോലി നോക്കിയാൽ മതി. ആ കഞ്ഞി അടി പിടിക്കാവുന്ന ഇളക്കി കൊടുത്തേ. നിന്റെ അമ്മാമയല്ലേ? അമ്മാവനും കിണ്ണക്രാന്തിക്ക് വീട്ടില് കഞ്ഞി ഇളക്കല്ലേ പറഞ്ഞത്? ഇങ്ങനത്തെ ഒരു തറവാട്ടി പറഞ്ഞിട്ടാണോ ഇവനൊക്കെ വൃത്തിയോട് കളിക്കുന്നത്? വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പഠിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? സാറേ, സത്യം ഇവര് പറയും. അച്ഛാ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇയാളുടെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചല്ല, കയറി പിടിച്ചു. അത് വേണോ? പിടിച്ചോടാ. മായാണെങ്കിൽ എന്താ അതിലേക്ക് കയറി പിടിക്കാൻ സംസാരിച്ചൂടെ? കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? നിന്നെ ഞാൻ കുടുംബത്തിന്റെ മാനം കളയാൻ തിരിച്ചവരാണോ നീ? എന്താ ഇത്? മുത്തച്ഛ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛ. എന്റെ കാലം വിശ്വസിക്കും മുത്തച്ഛ.
കണ്ടോ ഇപ്പൊ ബോധ്യായോ? ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ, ഇതാണ് മായ, എന്റെ മായ. ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ? അതെ മുത്തച്ഛ, പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം. എന്താ സാറേ ഇതിന്റെയൊക്കെ അർത്ഥം? ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോളാ മായ. സംശയം തൊട്ടു പോകാൻ പറ, അല്ല ചോദിച്ചു നോക്കാൻ പറ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായ ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. നല്ല നാടൻ കത്തിയുണ്ടാവും പറഞ്ഞ ഈ വീട്ടിലെടുക്കാൻ. എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ 2 കൈ അങ്ങ് വെട്ടിക്കള. ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യനെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം. നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയായിരുന്നില്ലേ? അപ്പൊ ഈ നേരം വരെ പറയുന്നത് സത്യമല്ലേ? ആ നിൽക്കാൻ ശരിയായ മായ, റോഡിൽ വെച്ചാണ് തന്നെ ഗുജറാത്തി മായ. ക്ഷമിക്കണം, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊത്തിവെച്ചതുപോലെയാണ് എന്റെ ഭാര്യ. ഇനി ഒന്നും നോക്കണ്ടേ, ഇത് തന്നെ നമ്മുടെ കളി. അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ. പേര് മാനസേശ്വരി ഗുപ്ത. സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചക്ക് മുമ്പ് ഞാനെങ്ങാനും ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി അതേ അബദ്ധം എനിക്കും പറ്റിയേ. അയ്യോ, നോക്കും മിസ്റ്റർ പെൺകുട്ടി, നിങ്ങളൊരു മാന്യനാണ്. ഈ തെറ്റ് ചെയ്തതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 തല്ലുതല്ല. പെൺകുട്ടി, മതി, മാപ്പ് പറഞ്ഞത് മതി. സാരമില്ല. സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പോൾ നിലവിട്ട് പെരുമാറിയെന്ന് വരും. അതിലൊരു തെറ്റുമില്ല. ഇത് സർവ്വസാധാരണമാണ്. എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ. പിന്നെ ഭാഗ്യത്തിനൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ 6 പേരുണ്ട് ഏട്ടാ. ആ എന്ന് വെച്ച ഏട്ടനെ പോലെ 6 പേര്, എന്നെ പോലെ 6 പേര്, 6 മായമാര്, 6 അച്ഛന്മാര്, 6 ശിവൻകുട്ടിമാര്, 6 കമലാക്ഷിമാര്. അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവുമല്ലോ. ഉണ്ടാവേട്ടാ. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ആ അങ്ങനെ പറ. അപ്പൊ സാറ് ഡോക്ടറാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ. എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവരാ നോക്കുന്നത്. ഹോസ്പിറ്റൽ കെട്ടാൻ ഒരു 19 ഏക്കറെങ്കിലും വേണ്ടി വരും. സ്ഥലം നോക്കുന്നേ ഉള്ളൂ. അതെ, സെന്റിന് എത്ര രൂപ കൊടുക്കും? പണമൊക്കെ ആര് നോക്കുന്നു ചേട്ടാ? പണം ഇന്ന് വരും നാളെ പോവും. ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം. നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം. നിങ്ങൾ 2 ആളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ 2 ആളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കെട്ടണം. അത്രേ ഉള്ളൂ എന്റെ ജീവിതാഭിലാഷം. നിങ്ങളെ കാണുമ്പോ എനിക്കെന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ബഹളം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് വരണം. നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി.